Opening Hours with MyFin. ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്, ഓപ്പണിംഗ് അവേഴ്സ് മൈഫിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് സുരേഷ് സാർ. ഹാപ്പി മോർണിംഗ് വിഷ്ണു. ഇന്നലെ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ പുതിയൊരു ഓൾ ടൈം ഹൈ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ട്രേഡിംഗ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. എന്നാൽ അവസാന സമയം നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. 26,373 എന്നൊരു നിലയാണ് ഇന്നലെ ഇൻട്രാഡേ ഹൈ ആയിട്ട് നിഫ്റ്റി രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഒരു സെക്ടർ വൈസ് പെർഫോമൻസുകളൊക്കെ ഇന്നലത്തെ മാർക്കറ്റിൽ നമ്മൾ നോക്കുമ്പോൾ റിയൽറ്റി, FMCG, മീഡിയ അല്ലെങ്കിൽ മെറ്റൽ അത്തരത്തിലുള്ള ഇൻഡെക്സിലൊക്കെ ഒരു നേട്ടം നമ്മൾ കണ്ടപ്പോൾ, എന്നാൽ IT, ഫാർമ തുടങ്ങിയ സൂചികയിലൊക്കെ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. എന്നാൽ FIDAയുടെയൊക്കെ ഡാറ്റയിലോട്ട് വരുമ്പോൾ ഇന്നലെ കാര്യമായ രീതിയിലുള്ള ഒരു FI സെല്ലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ ചെറിയ രീതിയിലുള്ള, അതായത് 36 കോടിയുടെ ഒരു FI സെല്ലിംഗ് മാത്രമാണ് കാണാൻ സാധിച്ചത്. 1764 കോടിയോളം DAയുടെ ഒരു ബൈയിങ്ങും നമുക്ക് ഇന്നത്തെ ഒരു മാർക്കറ്റിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്ക് ഇന്നത്തെ ഒരു മാർക്കറ്റിലോട്ട് വരാം. ഇന്നത്തെ മാർക്കറ്റിനെ സംബന്ധിച്ച് നിഫ്റ്റി ഇപ്പോൾ 26,183 എന്നൊരു നിലയിൽ 67 പോയിൻറ്റിൻ്റെ നേരിയ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ട്രേഡിംഗ് തുടരുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇപ്പോൾ 100 പോയിൻറ്റിൻ്റെ ഒരു നേട്ടവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും സാർ, നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലോട്ട് പോകുമ്പോൾ ഇന്നലെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, US മാർക്കറ്റിനെ സംബന്ധിച്ച് എല്ലാ ഇൻഡെക്സുകളും നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. മാത്രമല്ല ഡൗ ജോൺസ് പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റ് വാർത്തകളിലോട്ട് വരുമ്പോൾ ട്രംപ് ഇപ്പോൾ ക്യൂബ, മെക്സിക്കോ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരേക്കുള്ള ഒരു കമൻറ്റ് പറഞ്ഞതായിട്ടുള്ള വാർത്തകളുണ്ട്. അതായത് താരിഫുമായി ബന്ധപ്പെട്ട് എസ്പെഷ്യലി റഷ്യൻ ഓയിൽ ഇറക്കുമതിയൊക്കെ വലിയ രീതിയിൽ ഇന്ത്യ നിർത്തണം, അല്ലെങ്കിൽ താരിഫ് വീണ്ടും ഉയർത്തുമെന്നുള്ള രീതിയിലുള്ള ഒരു ഭീഷണിയൊക്കെയാണ് നൽകിയിരിക്കുന്നത്. ഏതായാലും നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് തന്നെ ഒന്ന് വന്നേക്കാം. ഏതായാലും നിഫ്റ്റിയെ സംബന്ധിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം സാർ, നമുക്ക് 26,373 ഇപ്പോൾ ഇൻട്രാഡേ ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ ഒരു ഓൾ ടൈം ഹൈ നോക്കുമ്പോൾ സാറിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ എന്താണ്? കാരണം ഇപ്പോൾ ഓൾ ടൈം ഹൈ പലപ്പോഴും ബ്രേക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഉയരങ്ങളിൽ മാർക്കറ്റ് എത്തുന്നു. പക്ഷേ അവിടെ നിന്നൊരു മുന്നോട്ട് ഒരു കുതിപ്പ് മാർക്കറ്റ് രേഖപ്പെടുത്താത്തത് എന്തുകൊണ്ടായിരിക്കാം? വിഷ്ണു പറഞ്ഞ ശരിയാണ്. ഇന്നലെ മൺഡേ എന്ന് പറയുന്ന ദിവസവും ഇന്നത്തെ പോലെ തന്നെ ഒരു ഫ്രഷ് ഹൈ ഇന്നലെ മേക്ക് ചെയ്തിട്ട് തിരിച്ചൊന്ന് താഴത്തെ ലെവലിലാണ് ക്ലോസ് ചെയ്തതെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം എന്നുള്ളതാണ്. എന്താ എനിക്ക് തോന്നുന്നു ഇന്നലെ -0.3% ആയിരുന്നു ഇന്നലത്തെ ഒരു ഡൗൺ എന്ന് പറയുന്നത്. ഇത് പൊതുവേ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. കാര്യം നമ്മൾ ഇന്നലെ തന്നെ ഓപ്പണിംഗ് അവേഴ്സിൽ പറഞ്ഞിരുന്നു മാർക്കറ്റ് ഇത്രയും കയറിയത് കാരണം ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാൻ ചാൻസ് ഉണ്ട്. അതിന് ഒരു ഡേറ്റ നോക്കിയപ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ കിട്ടിയത്. ആ ഡേറ്റ എന്ന് പറഞ്ഞാൽ PCR, അതായത് പുട്ട് കോൾ റേഷ്യോ ശരിക്കും പറഞ്ഞാൽ വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ നമ്മൾ നോക്കുമ്പോൾ പുട്ട് കോൾ റേഷ്യോ 1.46 ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ 1.46 ആവുക എന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചെറുതായിട്ട് താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് നടക്കണമെന്നില്ല കേട്ടോ, ഇതൊരു എക്സ്പെക്റ്റേഷൻ മാത്രമാണ്. ഏതാണ്ട് കോപ്പി ബുക്ക് അല്ലെങ്കിൽ പ്ലേ ബുക്ക് അതേപോലെ തന്നെ നടന്നു, ആ സ്ക്രിപ്റ്റ് അങ്ങനെ തന്നെ പ്ലേ ചെയ്തു എന്നുള്ളതാണ്. എന്നിട്ട് 1.46 എന്ന് പറയുന്ന PCR ഡേറ്റ, പുട്ട് കോൾ റേഷ്യോ എന്ന് പറയുന്നത് 1 ആയിരിക്കുന്നു ഇന്ന് തുടങ്ങിയപ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് വീണ്ടും ഒരു റാലിക്കുള്ള സാധ്യത കാണുന്നുണ്ടെന്നുള്ള ഇതിനൊക്കെ എങ്ങനെ വേണമെങ്കിലും തകടം പറയാം. ഇത് ജസ്റ്റ് ഒരു ഡേറ്റ, ഒരു ഹാൻഡ് ഓവർ ഡീറ്റെയിലിൽ നമ്മൾ പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ ഓപ്പണിംഗ് ഹൗസിൽ തുടക്കം പറഞ്ഞിരുന്നു മാർക്കറ്റ് ചിലപ്പോൾ ഒരു ചെറിയൊരു വീക്ക്നെസ് കാണിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിന് കാരണമായത് തന്നെ പൊതുവെ ഒരു IT ഇൻഡെക്സിൻ്റെ പെർഫോമൻസ് ആയിരുന്നു, അതൊരു മൈനസ് ആയിരുന്നു എന്നുള്ള. അപ്പോൾ ഞാൻ ഇന്നലെ ഒന്ന് മാർക്കറ്റിനെ നോക്കി. കാര്യം വിഷ്ണു ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ഇൻട്രാഡേ ഹൈ ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസമായി വീണ്ടും താഴെ വരെ നോക്കുമ്പോൾ, ഞാൻ ഇന്നലെ നോക്കുമ്പോൾ ഏതാണ്ട് 4,471 സ്റ്റോക്സ് ദാറ്റ് ആർ ട്രേഡഡ് ഓൺ BSE. അതിൽ ഏതാണ്ട് അഡ്വാൻസ് ചെയ്തത് 1,672 സ്റ്റോക്സും ഡിക്ലൈൻ ചെയ്ത് 2,603 സ്റ്റോക്സുമാണ് ഡിക്ലൈൻ ചെയ്തത്. അപ്പോൾ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ ഈസ് ഇൻ ഫേവർ ഓഫ് ഡിക്ലൈൻസ്. കൂടുതൽ ഡിക്ലൈൻസ് ആയിരുന്നു ഇന്നലെ മാർക്കറ്റിൽ നിന്നുള്ള. ഞാൻ ഇന്നലെ നിഫ്റ്റി മിഡ് ക്യാപ്പ് നോക്കിയപ്പോൾ 0.1%, സ്മോൾ ക്യാപ്പ് 250 നോക്കുകയാണെങ്കിൽ ഇൻഡെക്സ് ജസ്റ്റ് ഒന്ന് ഗെയിൻ ചെയ്ത് -0.3% അപ്പായിരുന്നു എന്നുള്ളതാണ്. FISന്റെ നെറ്റ് സെല്ലിംഗ് ഇന്നലെ നോക്കുകയാണെങ്കിൽ വളരെ കുറവായിരുന്നു. 36 എന്ത് കാരണം കൊണ്ടോ ആയിക്കോട്ടെ 36.3 ക്രോസിൻ്റെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു FIS, FPIs. DIS ഏതാണ്ട് 1,764 ക്രോസിൻ്റെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു എന്നുള്ള. ജാനുവരി മാത്രം എടുക്കുകയാണെങ്കിൽ ഇതുവരെ FISൻ്റെയും FPIസിൻ്റെയും സെല്ലിംഗ് 3,077 കോടിയാണ് ആസ് ഓൺ ഡേറ്റ് ഇന്നലെ വെച്ച് നോക്കുമ്പോൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഇന്ത്യയുടെ വോളറ്റിലിറ്റി ഇൻഡെക്സ് നമ്മളിത് പറഞ്ഞു തന്നു. കുറച്ച് ആഴ്ചയായിട്ട് വോളറ്റിലിറ്റി ഇൻഡെക്സ് വളരെ ലോ ആയിട്ട് കിടക്കുകയായിരുന്നു. ഏതാണ്ട് 9 എന്ന് പറയുന്ന ലെവലിലായിരുന്നു. അതിൻ്റെ അർത്ഥം നോ വോളറ്റിലിറ്റി ഓൺ ഈതർ സൈഡ്സ്. ഒരു അപ്വേർഡ് മൂവ്മെൻറ്റോ അല്ലെങ്കിൽ ഡൗൺവേർഡ് മൂവ്മെൻറ്റോ ഒരു ഇൻഡിക്കേഷൻ ഒന്നും കാണിക്കുന്നില്ല. മാർക്കറ്റ് ചത്ത് കിടക്കുകയാണ്, വളരെ ലോ ആയിട്ടാണ് 9 കിടക്കുന്നത് നമ്മൾ പറഞ്ഞു. രണ്ടാഴ്ചത്തെ മുമ്പത്തെ എപ്പിസോഡിൽ നമ്മൾ ഇത് വിശദമായിട്ട് വിക്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ അവിടുന്ന് സാധാരണ വീണ്ടും പോകാൻ ചാൻസ് ഇല്ല, കയറാനുള്ള ചാൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. നമ്മൾ ഇന്നലെ നോക്കുമ്പോൾ വിക്സ് ഏതാണ്ട് 6% മുകളിൽ, എനിക്ക് തോന്നുന്നു 6.1% ഉയർന്ന് ഏതാണ്ട് 10.02 ആയി എന്നുള്ളതും കൂടെയാണ്. അപ്പോൾ ആ 9 എന്ന് പറയുന്ന ലെവലിൽ നിന്ന് ഒരു ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് അവിടെ
വന്നിരിക്കുന്നു. അപ്പോൾ റാലി ഓൺ ഫ്രൈഡേ വാസ് ഓൺ എക്സ്പെക്റ്റഡ് ഗ്രൗണ്ട്സ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്. ഇന്നലെ ചെറുതായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിങ്ങും വന്നു എന്നുള്ളതാണ്. ആൻഡ് ഗ്ലോബലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ നമ്മളിപ്പോൾ അതാണല്ലോ നേരത്തെ വിഷ്ണു തുറന്നു പറഞ്ഞത്, അതായത് ഗ്ലോബലി നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ ഇൻവെസ്റ്റേഴ്സും ഹാപ്പിയാണ്. ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് ഹാപ്പിയാണ്, പ്രഷ്യസ് മെറ്റൽ ഇൻവെസ്റ്റേഴ്സ് ഹാപ്പിയാണ്, ബിറ്റ് കോയിൻ ഇൻവെസ്റ്റേഴ്സ് ഹാപ്പിയാണ്, മെറ്റൽ ഇൻവെസ്റ്റേഴ്സായ കോപ്പറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരും വളരെ ഹാപ്പിയാണ്. അതായത് എന്താണ് വെനിസ്വേലയിൽ നടക്കുന്നതെന്നൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. ദ റിസ്ക് ഓൺ ട്രേഡ് ഈസ് ഹാപ്പനിങ്. അതായത് റിസ്ക് ഓൺ എന്താ പറയുക സെൻറ്റിമെൻ്റ് എന്ന് പറയുന്നത്, റിസ്ക് ഓൺ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങ് ഒന്നിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് റിസ്ക് ഓൺ ട്രേഡ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ട്രേഡ് ഇസ് ഹാപ്പനിങ് എന്നുള്ളത്. ഞാനൊന്ന് വാൾ സ്ട്രീറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ S&P 500 ഇന്നലെ 0.64% അപ്പായിരുന്നു, നാസ്ഡാക്ക് 0.7% അപ്പായിരുന്നു, ഡൗ ജോൺസ് 1.25% അപ്പായിരുന്നു എന്നുള്ള. ഇത് മെയിൻലി US വാൾ സ്ട്രീറ്റിനെ ഡ്രൈവ് ചെയ്തത് കംപ്ലീറ്റ് എനർജി ആൻഡ് ഡിഫൻസ് സ്റ്റോക്സ് ആണ്. എനർജി സ്റ്റോക്സിൻ്റെ മൂവ്മെൻ്റ് ആണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. അതായത് ഷെവറോൺ എന്ന് പറയുന്ന ഓയിൽ മേജർ, US മാർക്കറ്റിലെ ഷെവറോൺ എന്ന് പറയുന്ന ഓയിൽ മേജർ ഇന്നലെ 5% അപ്പായിരുന്നു എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഷെവറോൺ മാത്രമേ ഉള്ളൂ ദ ഓൺലി US കമ്പനി ദാറ്റ് ഹാസ് ഓയിൽ ഫീൽഡ് ഇൻ വെനിസ്വേല എന്നാണ് എനിക്ക് മനസ്സിലാവണമെന്നുള്ള. ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് റിഫൈനേഴ്സ്, മാരത്തോൺ പെട്രോ കെമിക്കൽസ്, ഫിലിപ്സ് 66, വെലരോ എനർജി, PBF എനർജി എന്നിങ്ങനെയുള്ള റിഫൈനേഴ്സ് സ്റ്റോക്സും പലതും 4% മുതൽ 11% വരെ ഇന്നലെ അപ്പായിരുന്നു എന്നുള്ളത്. അതായത് എനർജി സ്റ്റോക്സ് ആണ്. അത് വെനിസ്വേല ഈസ് ഓൾ അബൌട്ട് ഓയിൽ ആൻഡ് എനർജി എന്നുള്ളതാണ്. ആൻഡ് അമേരിക്ക ടേക്കിംഗ് ഓവർ വെനിസ്വേല എന്ന് പറയുന്നത് ഈസ് ഗുഡ് ഫോർ US ഓയിൽ കമ്പനീസ്. ബിക്കോസ് ട്രംപ് പറഞ്ഞ എന്താ, നൗ US കമ്പനീസ് വിൽ ഇൻവെസ്റ്റ് ഇൻ വെനിസ്വേല, എന്നിട്ട് വെനിസ്വേലയുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്ത് മോർ ഓയിൽ മാർക്കറ്റിലേക്ക് തള്ളിവിടും. അതോടുകൂടി ഓയിൽ പ്രൈസ് കുറച്ചുകൂടി ഒന്ന് കുറയും എന്നുള്ള രീതിയിൽ പറയും. ഈവൻ പല അനലിസ്റ്റുകളും ഓയിലിന്, എനിക്ക് തോന്നുന്നു ഇന്ത്യൻ എക്കണോമിസ്റ്റുകൾ പോലും ഓയിലിന് വളരെ വീക്കായിട്ടുള്ള ഒരു ഫിഗേഴ്സാണ് പറയുന്നത് ഗോയിങ് ഫോർവേഡ് ഇൻ 2026. ചിലർ പ്രൊഡിക്റ്റ് ചെയ്യണത് ആസ് ലോ ആസ് $50 പെർ ബാരൽ വരെ ഓയിൽ വന്നേക്കാം എന്നുള്ളത്. ഞാൻ ഇന്നലെ US മാർക്കറ്റിൽ നോക്കുമ്പോൾ ഷ്ലൂംബർഗർ ഏതാണ്ട് 8.96% അപ്പായിരുന്നു, നിയർലി 9% അപ്പായിരുന്നു. ഗോൾഡ്മാൻ സാക്സ് 3.78% അപ്പായിരുന്നു. കാറ്റർപില്ലർ 3.13% അപ്പായിരുന്നു. പിന്നെ ആമസോൺ 2.19% അപ്പായിരുന്നു. സ്റ്റാർബക്സ് 3% അപ്പായിരുന്നു. ഇവരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിലെ ഗെയിനേഴ്സ്. മേജർലി ഓയിൽ കമ്പനീസും എനർജി കമ്പനീസും ഡിഫൻസ് കമ്പനീസും ഒക്കെയാണ് വന്ന്. ലൂസേഴ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കോംകാസ്റ്റ് 4.8% ഡൗൺ ആയിരുന്നു. എലി ലില്ലി എന്ന് പറഞ്ഞ ഫാർമ കമ്പനി 3.7% ഡൗൺ ആയിരുന്നു. ആപ്പിൾ 1.38% ഡൗൺ ആയിരുന്നു. മെക്ഡൊണാൾഡ്സ് 1.1% ഡൗൺ ആയിരുന്നു. കൊക്കക്കോള 1.63% ഡൗൺ ആയിരുന്നു. ജോൺസൺ ആൻഡ് ജോൺസൺ 1.53% ഡൗൺ. ഇതായിരുന്നു പൊതുവേ നമുക്ക് US വാൾ സ്ട്രീറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു ഗ്ലോബൽ ക്യൂ എന്ന് പറയും. ട്രഷറി ഈൽഡ്സ് ഒന്ന് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വാട്ട് ഹാപ്പൻഡ് ഇൻ വെനിസ്വേലയുടെ ആ ഒരു ന്യൂസ് കഴിഞ്ഞിട്ട്, അതുമാത്രമല്ല ISM മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ആ ഡേറ്റ ഹിറ്റ്സ് ലോവസ്റ്റ് ലെവൽ സിൻസ് October 24. അപ്പോൾ ഈ പറയുന്ന പോലെ ISM ഡേറ്റയും വെനിസ്വേലയിൽ നടന്ന സംഭവം കൊണ്ടാണെന്ന് തോന്നുന്നു ഏതാണ്ട് ഇന്നലെ ട്രഷറി ഈൽഡ്സ് ചെറുതായിട്ടൊന്ന് വീണിട്ടുണ്ടെന്ന്. അതായത് US 10-year ഈൽഡ് ട്രേഡ് ചെയ്യുന്നത് 4.15% എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഇൻട്രസ്റ്റിംഗ്ലി നമ്മളിപ്പോൾ US മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഇന്നലെ ഒന്ന് വെനിസ്വേലൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഒന്ന് കാരക്കാസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയും പോലെ കാരക്കാസ് എന്ന് പറഞ്ഞ സ്ഥലത്തിനെ ബേസ് ചെയ്ത് കാരക്കാസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഏതാണ്ട് IBC ഇൻഡെക്സ്, നമ്മൾ സെൻസെക്സ് എന്നൊക്കെ പറയും പോലെ അവരുടെ IBC ഇൻഡെക്സ് ഒരിടയ്ക്ക് ഏതാണ്ട് 17% ഒപ്പായിരുന്നു എന്നുള്ളത്. അപ്പോൾ വെനിസ്വേലയിൽ കഴിഞ്ഞ വർഷങ്ങളിലെങ്കിലും ആയിരുന്നു ഈ 17%. 17% ഇപ്പോൾ ഈ January 5th ഈ ഇഷ്യൂ ഒക്കെ നടക്കുന്നില്ലേ, ഇതിൻ്റെ ഇടയിൽ ഒരു ഇൻട്രാഡേ 17%, അത് മീനിങ് ഫുൾ ആയിട്ടുള്ള മൂവായിട്ട് നമുക്ക് എടുക്കാൻ പറ്റൂലെങ്കിൽ പോലും അതായത് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ആണ് എന്നുള്ളതാണ്. അത് പല ഇൻഡിവിജ്വൽ സ്റ്റോക്സും, അതായത് BVCC.CR എന്ന് പറയുന്ന കമ്പനിയൊക്കെ ഏതാണ്ട് 20% അപ്പായിരുന്നു എന്നുള്ള. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം വെച്ചാൽ, ഇൻഫാക്ട് നമ്മളത് പറയണത് ശരിയല്ല, ഇറ്റ് സീംസ് ദാറ്റ് വെനിസ്വേല സീംസ് ടു ബി ഹാപ്പി ദാറ്റ് മൊറഡോ ഹാസ് ബീൻ ക്യാപ്ചർഡ്. അതായത് അവർക്ക് കുറച്ചുകൂടി ഫ്രീഡം കിട്ടിയിരിക്കുന്നു, കൺട്രി നന്നാവാൻ പോകുന്നു, US ഏറ്റെടുക്കുന്നു, US വിൽ റൺ വെനിസ്വേല, അതുമല്ല US കമ്പനീസ് വിൽ ഇൻവെസ്റ്റ് ഇൻ വെനിസ്വേലൻ ഓയിൽ അസറ്റ്സ് എന്നൊക്കെ പ്രകാരം. വെനിസ്വേലയ്ക്ക് അത്രയ്ക്ക് മാത്രം പ്രൂവൺ ഹൈ ഓയിൽ റിസർവ്സ് ഉള്ള രാജ്യമാണ്. അതിനെ മിസ്മാനേജ്മെൻറ്റ് കൊണ്ടും ഈ പറയുന്ന പോലെ അത് കാരണം ഉണ്ടായ സാങ്ഷൻസ് കൊണ്ടും
പഴയ അസറ്റ്സ് ആണ് ഇവർ ശരിക്കും പറഞ്ഞാൽ ഓയിൽ റിഫൈനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതിനൊന്ന് കാലഹരണപ്പെട്ട മെത്തേഡ്സും ടെക്നിക്സുമാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ആ രാജ്യം ഒരുപാട് അനുഭവിച്ചു എന്നുള്ള ഈ നേതാവിൻ്റെ കീഴിൽ എന്നുള്ളത് മറ്റൊരു വശം. വന്നതിന് ശേഷം വലിയൊരു സപ്ലൈ ഓയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ രാജ്യം വളരും എന്നുള്ളൊരു പോസിറ്റീവ് അവർ ചിന്തിക്കുന്നുണ്ടാവില്ല. അവിടെയാണ് ഇപ്പോൾ ഞാൻ നോക്കുന്ന ഒരു കാര്യം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നതും ഈ പറയുന്ന പോലെ ഓയിൽ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വിഷ്ണു ചോദിച്ചത്. അതായത് മോർ വെനിസ്വേലൻ ഓയിൽ ഇൻ ടു ദ മാർക്കറ്റ് will increase the general supply of crude into the market, which should put pressure on the oil prices to come down. ഇതാണല്ലോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ബട്ട് എനിക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് കെപ്ലർ, KPLER, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സാധാരണ ഈ കെപ്ലർ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡേറ്റാസ് ആണ് നമ്മൾ സാധാരണ ഈ ഓയിൽ മാർക്കറ്റിനെ നമ്മൾ ട്രാക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഏതാണ്ട് 0.9 മില്യൺ ബാരൽസ് പെർ ഡേ ആണ് വെനിസ്വേല ഒരു ദിവസം ഉണ്ടാക്കുന്നത്. ഇതിനെ ഇനിയിപ്പോൾ ഇൻക്രീസ് ചെയ്താൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആവാതെയൊന്നും ഇത് മെയിൻ സ്ട്രീമിലേക്ക് പുറത്തോട്ട് വരില്ല. മേ ബി എനിക്ക് തോന്നുന്നു ഒരു 1,50,000 ബാരൽസ് പെർ ഡേ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഒരു 5-6 മാസത്തെ ഗ്യാപ്പെങ്കിലും ഇല്ലാതെ ഈ കാര്യങ്ങൾ പുറത്തോട്ട് വരില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവണേ എന്നുള്ളത്. അങ്ങനെയാണ് കെപ്ലറിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ വേൾഡ്സിലെ ലാർജസ്റ്റ് ഓയിൽ റിസർവ്, പ്രൂവൺ ഓയിൽ റിസർവ് വെനിസ്വേലയിലാണെന്ന് വെനിസ്വേല തന്നെ അവകാശപ്പെടുന്നു. അതായത് 303 ബില്യൺ ബാരൽസ് ആണ്. 303 ബില്യൺ ബാരൽസ് ആണ് വെനിസ്വേലയിലെ പ്രൂവൺ ഓയിൽ റിസർവ് എന്ന് പറയുമ്പോൾ സൗദിക്ക് ഏതാണ്ട് 267 ബില്യൺ ബാരൽസേ ഉള്ളൂ. അപ്പോൾ സം ടൈംസ് അതിനേക്കാളും കൂടുതൽ ഇത് വെനിസ്വേല തന്നെ അവകാശപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ നിന്ന് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അതായത് ഗ്ലോബൽ ഔട്ട്പുട്ടിൻ്റെ, ടോട്ടൽ ഗ്ലോബൽ ഓയിൽ ഔട്ട്പുട്ടിൻ്റെ 1% ജസ്റ്റ് താഴെ മാത്രമേ ഉള്ളൂ ഓയിൽ വരുന്നതെന്നുള്ള. അപ്പോൾ കെപ്ലർ പറയണത് എന്താ വെച്ചാൽ ഇപ്പോൾ കുറവാണെങ്കിലും അത് ഇൻക്രീസ് ചെയ്യാന്ന് പറയുന്നത് മീൻ ടാസ്ക് ഒന്നുമല്ല, അത് ഇത്തിരി ടഫായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മൾ നോക്കാം, ഇതിനകത്ത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ഞാൻ കാണുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതായത് ഈ വെനിസ്വേലൻ ക്രൂഡിൻ്റെ പ്രത്യേകത എന്താ? ഈ വെനിസ്വേലൻ ക്രൂഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ വെനിസ്വേലൻ ക്രൂഡും കൊച്ചിയായിട്ടൊരു കണക്ഷനുണ്ട്. അതാണ് അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. കൊച്ചിയായിട്ടൊരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു കണക്ഷൻ വേണമെങ്കിൽ നമുക്ക് ഒപ്പിച്ചെടുക്കാമെന്ന് മാത്രം. കാര്യം ഇപ്പം ഒരു ക്യൂരിയോസിറ്റി എന്താണെന്ന് അറിയാം. ഒരു ക്യൂരിയോസിറ്റി ഇപ്പം നമുക്ക് നോക്കാം. അതായത് വെനിസ്വേലൻ ക്രൂഡ് ഇപ്പം നോർത്ത് അമേരിക്ക, ഈ നമ്മൾ പറയുന്ന ട്രംപിൻ്റെ അമേരിക്കയിൽ സാധാരണ ഉണ്ടാക്കുന്ന ബ്രൻഡും ഈ പറയുന്ന പോലെ WTI വെസ്റ്റ് ടെക്സാസ് ആ ക്രൂഡും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ലൈറ്റ് ആൻഡ് സ്വീറ്റ് ക്രൂഡാണ്. എന്നാൽ വെനിസ്വേലയുടെ ക്രൂഡ് എന്ന് പറയുന്നത് വളരെ ഹെവി, എക്സ്ട്രാ ഹെവി ആയിട്ടുള്ള ക്രൂഡാണ്. എക്സ്ട്രാ ഹെവി ആയിട്ടുള്ള ക്രൂഡ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഈ ഓർണിക്കോ, വെനിസ്വേലയിലെ ഓർണിക്കോ ബെൽറ്റിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഓയിൽ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ഹൈ സൾഫർ, വളരെ ഹൈ ക്വാണ്ടിറ്റി ഓഫ് സൾഫറും ലോ API ഗ്രാവിറ്റിയാണ്. ആ ലോ API ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ലോ API ആവും തോറും ഇതിൻ്റെ എന്താ പറയുക ഹെവി ആവും എന്നുള്ളതാണ് അതിൻ്റെ അടുത്ത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ക്രൂഡ് ടൈപ്പും API ഗ്രാവിറ്റിയും തമ്മിൽ നോക്കാം. ലൈറ്റ് ക്രൂഡ് ആണെങ്കിൽ API ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ 35 തൊട്ട് 45 വരെ ആയിരിക്കും. എന്നാൽ മീഡിയം ക്രൂഡ് എന്ന് പറയുന്നത് 25 തൊട്ട് 35 ആയിരിക്കും API ഗ്രാവിറ്റി. എന്നാൽ വെനിസ്വേലൻ ഓർണിക്കോ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കുന്ന ക്രൂഡിന് ഏതാണ്ട് 8 to 16 ഉള്ളൂ API ഗ്രാവിറ്റി. 8 to 68, 8 മുതൽ 16 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ക്രൂഡ് അത്രയ്ക്ക് മാത്രം ഡേർട്ട് ഹെവി ആണ് എന്നുള്ളതാണ്. അതാണ് വെനിസ്വേലൻ ഓയിലിൻ്റെ ഒരു പ്രത്യേകത. അതായത് ആ വെനിസ്വേലൻ ഓയിൽ എങ്ങനെ ഇരിക്കുന്നറിയോ? ഹണി, തേൻ അല്ലെങ്കിൽ ബിറ്റുമിൻ പോലെ, അതായത് വളരെ തിക്കായിട്ടാണ് ഒഴുകുന്നത്. അതായത് ഒരു ഫ്രീ ഫ്ലോയിങ് ഓയിലല്ല. നമ്മളിപ്പോൾ ഓയിൽ എടുത്ത് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ ഫ്രീ ആയിട്ട് ഒഴുകുന്ന അങ്ങനത്തെ രീതിയിലല്ല വെനിസ്വേലൻ ഓയിൽ. വെനിസ്വേലൻ ഓയിൽ എന്ന് പറയുന്നത് വളരെ, അതായത് ഹണിയോ ഒരു ബിറ്റുമിനോ ആയിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താം എന്നുള്ളതാണ്. അതായത് ഇറ്റ് കനോട്ട് ഫ്ലോ ഈസിലി. അതുമാത്രമല്ല അതിന് ഡൈല്യൂഷനോ അപ്ഗ്രഡേഷനോ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. കോംപ്ലക്സ് റിഫൈനറീസ് വേണം ഇതിനെ റിഫൈൻ ചെയ്യണം. അതായത് ഈ ക്രൂഡ് ആരെങ്കിലും മേടിക്കണമെന്ന് വെച്ചോളൂ. ഹെവി ആയിട്ടുള്ളൊരു ക്രൂഡ് ഏതെങ്കിലും രാജ്യമോ രാജ്യത്തിലെ റിഫൈനറിയോ വെനിസ്വേലയിൽ നിന്ന് മേടിക്കണമെങ്കിൽ ഇത് റിഫൈൻ ചെയ്തിട്ട് പെട്രോളും ഡീസലും ആക്കണമല്ലോ. അതായത് ക്രൂഡായിട്ടുള്ളൊരു സാധനത്തിനെ മേടിച്ചെന്ന് അതിൽ നിന്ന് റിഫൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഓരോന്നുണ്ടാക്കുന്നത്. ഇവിടെയുള്ള റിഫൈനറീസ് ഏതാ? നമ്മുടെ റിലയൻസ്, BPCL, HPCL, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനൊക്കെ റിഫൈനറീസ്. അപ്പോൾ ക്രൂഡായിട്ടുള്ള ഈ ഹെവി ആയിട്ടുള്ള സാധനത്തിനെ നമ്മൾ റിഫൈൻ ചെയ്യണമെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ഉള്ള റിഫൈനറീസിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ വെനിസ്വേലൻ ഓയിൽ ഇത്രയും ഹെവി ആയതുകൊണ്ടും ഇത്രയും തിക്ക് ആയതുകൊണ്ടും ലോകത്ത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള റിഫൈനറീസ് അധികം ഇല്ലാത്തത് കാരണവും ഈ ക്രൂഡ് വളരെ ഡിസ്കൗണ്ട് ആയിട്ടാണ് കൊടുക്കുന്നത്.
ഈ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ പെർ ബാരലിന് ചില സമയത്ത് $10 ഡിസ്കൗണ്ടും $20 വരെ ഡിസ്കൗണ്ടിൽ കൊടുത്തിട്ടാണ് ഈ സാധനം വിൽക്കുന്ന. കാര്യം എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റില്ല, കാര്യം ഹെവി ആയിട്ടുള്ള സാധനമാണ്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള റിഫൈനറീസ് വേണം എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത എന്നാണ്. എന്നാൽ ഇന്ത്യയിലുള്ള പല റിഫൈനറീസിനും ഇതേപോലത്തെ ഡേർട്ടി ചീപ്പ് ഹെവി ക്രൂഡ് റിഫൈൻ ചെയ്യാനുള്ള കേപ്പബിലിറ്റി. അതാണ് അതിൻ്റെ രസം എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റിലയൻസിൻ്റെ ജാംനഗർ ഫാക്ടറി, റിലയൻസിൻ്റെ ഗുജറാത്തിലുള്ള ജാംനഗർ റിഫൈനറി എന്ന് പറയുന്നത് ഈ ഡേർട്ട് ചീപ്പ് ഹെവി ക്രൂഡ് റിഫൈൻ ചെയ്യാൻ പറ്റുന്ന കേപ്പബിലിറ്റി റിലയൻസ് ജാംനഗർ റിഫൈനറിക്ക് ഉണ്ട് എന്നുള്ള. അതേപോലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പാരഡിപ്പിലുള്ള റിഫൈനറി, പിന്നെ HPCLൻ്റെ ബാർമർ രാജസ്ഥാനിലുള്ള റിഫൈനറി, നമ്മുടെ ഇവിടെ ബാക്ക് യാർഡിൽ ഇരുമ്പനത്തുള്ള HPCLൻ്റെ കൊച്ചി റിഫൈനറിയും ഈ പറയുന്ന പോലെ ഹെവി ആയിട്ടുള്ളൊരു ക്രൂഡ് റിഫൈൻ ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഇതാണ് ഞാൻ വെനിസ്വേലയും കൊച്ചിയും തമ്മിലുള്ള ബന്ധം. ഇപ്പം നമ്മൾ കൊച്ചിയിലിരിക്കുന്നത് നമ്മൾ നിസാരക്കാരല്ല, ഹെവി ആയിട്ടുള്ള വെനിസ്വേലൻ ക്രൂഡ് വരെ നമുക്ക് റിഫൈൻ ചെയ്യാൻ കഴിവുണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ ഈ ഹെവി ക്രൂഡ് നമുക്ക് റിഫൈൻ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ റഷ്യയിൽ നിന്നൊക്കെ യുറാൽ ക്രൂഡ് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത്. അതുമാത്രമല്ല കാനേഡിയൻ ഹെവി ക്രൂഡും പിന്നെ മിഡിൽ ഈസ്റ്റ് സവർ ക്രൂഡും ഒക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാനുള്ള കാരണം വെച്ചാൽ നമ്മുടെ പല റിഫൈനറിക്കും അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്നാണ്. ബട്ട് ഇതിൻ്റെ രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ വെനിസ്വേലയിലേക്ക് US ഇപ്പോൾ പിടിച്ചടക്കിയല്ലോ. എന്നിട്ട് ഇപ്പോൾ ട്രംപ് പറയുന്നത് എന്താ, US വിൽ റൺ വെനിസ്വേല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് എന്താ അവർ പറയുന്നത് വെച്ചാൽ വെനിസ്വേലയുടെ ആൾക്കാർക്ക് നല്ലത് വരണം, രാജ്യത്തിന് നല്ലത് വരണം, അതിന് വേണ്ടിയിട്ട് ഓയിലാണ് അവരുടെ മേജർ അസറ്റ്. ആ ഓയിൽ വന്ന കമ്പനികളിലേക്ക് അല്ലെങ്കിൽ ഓയിൽ അസറ്റ്സിലേക്ക് US കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതാണ്. ഈ US കമ്പനീസ് എന്ന് പറഞ്ഞാൽ നമ്മളേതാ, ഷെവറോൺസ് ഓഫ് ദ വേൾഡ്, എക്സോൺ മോബിൽസ് ഓഫ് ദ വേൾഡ്, കോൺകോ ഫിലിപ്സ് ഓഫ് ദ വേൾഡ്, അതുപോലെയുള്ള കമ്പനികളൊക്കെ ഏതാണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നാണ് ട്രംപ് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മളൊരു കാര്യമല്ലേ ചോദിക്കും, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഏതാണ്ട് 0.9 ബില്യൺ ബാരൽസ് പെർ ഡേ ആണ് അവരുടെ ഔട്ട്പുട്ട് വെനിസ്വേല. ഇതിനെ ഒന്ന് ഡബിൾ ആക്കണമെങ്കിൽ തന്നെ ഈ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അമേരിക്കൻ ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എത്രയെന്നറിയോ, $10 billion to $30 billion ഒരു കൊല്ലം ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. അതായത് ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ എമൗണ്ട്, ഇറ്റ് ഈസ് എ വെരി ലാർജ് എമൗണ്ട് എന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ അമേരിക്ക തന്നെ ഹൈ ക്വാളിറ്റി 14 മില്യൺ ബാരൽസ് പെർ ഡേ ഉണ്ടാക്കുന്നുണ്ട് അമേരിക്കയ്ക്കാണെങ്കിൽ. ഇപ്പോൾ ഇന്ത്യ പോലത്തെ, അതായത് ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ പർച്ചേസ് കുറഞ്ഞത് കാരണം അമേരിക്കയെ ഹാപ്പി ആക്കാൻ വേണ്ടി, ട്രംപിന്റെ വാക്കിൽ അങ്ങനെ പറഞ്ഞു, മോഡി വാണ്ട്സ് ടു മേക്സ് മീ ഹാപ്പി എന്നാണ്. അതിന് വേണ്ടിയിട്ട് അവരിൽ നിന്നും കൂടെ ക്രൂഡ് മേടിക്കാനായിട്ട് ഒരു പുതിയ മാർക്കറ്റും കൂടെ അമേരിക്കയ്ക്ക് തുറന്നു കിട്ടുന്നു. ഏതാണ്ട് 14 മില്യൺ ബാരൽസ് ഓഫ് ക്രൂഡ് അവർ ഡെയിലി ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി നിലനിൽക്കെ എന്തിന് അമേരിക്കൻ കമ്പനിയായ എക്സോൺ മോബിലും ഷെവറോണും കോൺകോ ഫിലിപ്സും ഒക്കെ നേരെ വെനിസ്വേലയിലേക്ക് പോയി ഏതാണ്ട് $10 billion to $30 billion ഒക്കെ കൊല്ലത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ളൊരു ചോദ്യം അതിനകത്ത് ഉണ്ട് എന്ന് അവിടെ പറഞ്ഞു വെക്കുന്നു എന്നുള്ള. അപ്പോൾ എന്താണ് ഈ അമേരിക്കയുടെ ഗാമ്പിൾ, ഈ $100 billion ഒരു ഗാമ്പിൾ വെനിസ്വേലയിൽ എടുക്കാൻ മാത്രം എന്താണ് ട്രംപിൻ്റെ ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത് എന്നുള്ളത്. ബട്ട് ഞാനിവിടെ ക്യാച്ച് ചെയ്യുന്നത് വേറൊരു കാര്യം, അതായത് ഞാനിവിടെ ക്യാച്ച് ചെയ്യുന്ന കാര്യം വെച്ചാൽ ട്രംപ് എന്ന് പറയുന്നത്, പ്രസിഡന്റ് എന്ന് പറയുന്നത് വളരെ മാവറിക് ആയിട്ടുള്ള പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് ഒരുപാട് ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ട്, ട്രാൻസാക്ഷണൽ ആയിട്ടൊരു വ്യക്തിയാണ്. അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകൻ ട്രംപ് ജൂനിയർ എന്ന് പറയുന്ന വ്യക്തി ലോകമെമ്പാടും ബിസിനസ് ഡീൽ ഉണ്ടാക്കി നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് മാനാണ്. അച്ഛൻ്റെ ഈ പോളിസീസ് നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നേരെ തിരിച്ച് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകളെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കാൻ മാത്രമുള്ള പോളിസീസ് എടുക്കുന്ന ഒരു അച്ഛനാണ് പ്രസിഡന്റ്. ഇത് രണ്ട് രീതിയിലും ഒരു ക്വിഡ് പ്രോ ക്വോ എന്ന് പറയുന്ന അവരൊരു കാര്യമുണ്ട്. അപ്പം ഞാനീ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുമ്പോൾ എൻ്റെ വൈൽഡ് തോട്ടിൽ നമുക്കൊരു തോന്നൽ, അതായത് ട്രംപ് വെനിസ്വേലയിൽ കയറി ചെയ്യുന്നു, വെനിസ്വേലയിൽ കയറി ചെയ്യാൻ മാത്രം ഈ പറയുന്ന പോലെ ഒരു പ്രോക്സി വാർ ഒന്നുമില്ല. ഇതൊന്നും നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പം സൗദിയിലൊക്കെ സദ്ദാം ഹുസൈൻ്റെ അടുത്ത് കാണിക്കുന്ന ഒരു പ്രോക്സി വാർ അല്ലെങ്കിൽ ഗ്ലോബൽ ടെററിസത്തിന് അഗെയിൻസ്റ്റ് ആക്ട് ചെയ്യണമെന്ന്, ഇത് ഒരു പ്രസിഡന്റ് വേറൊരു മേജർ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റിനെ ഇങ്ങനെ കൊണ്ടുവരുന്നെങ്കിൽ അതിൻ്റെ പുറകിൽ എന്താണ് എന്ന് നമ്മളൊന്ന് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാവുന്നത് വെനിസ്വേലയിലെ ക്രൂഡ് ആയിരിക്കണം. കാരണം വെനിസ്വേലയിലെ ക്രൂഡ് ഹെവിയാണ്. എന്നാൽ ലോകത്ത് ആർക്കൊക്കെ ഇത് പ്രോസസ്സ് ചെയ്യാൻ പറ്റും? നല്ലൊരു റിഫൈനറി എന്ന് പറയുന്നത് റിലയൻസിൻ്റെ ജാംനഗർ റിഫൈനറിയാണ്. പിന്നെ ഇന്ത്യയുടെ കുറച്ച് ഈ പറയുന്ന പോലെ PSU കമ്പനീസായ IOCL, BPCL, HPCL ഒക്കെ ഇട്ട് അത് മാറ്റി വെച്ചേക്കാം. എന്തിനാണ് നവംബർ 20, 21, 2025 ട്രംപ് ജൂനിയർ ഇന്ത്യയിൽ വന്ന് താജ്മഹൽ കണ്ടതിന് ശേഷം ഈ ഗുജറാത്തിൽ പോയി അംബാനി ഫാമിലി ആയിട്ട് ഇത്രയും നല്ലൊരു
പാർട്ടിയും ഡാണ്ടിയൊക്കെ കളിച്ച് അവരുടെ അന്താര എന്ന് പറയുന്ന ആ വൈൽഡ് ലൈഫ് സാങ്ച്വറിയൊക്കെ കണ്ടത് എന്തിനാണ് എന്നുള്ള കണക്ഷൻ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതായത് ഈസ് ദിസ് ഓൾ പ്രീ പ്ലാൻഡ് സർഫ് ഓർ എ പാർട്ട് ഓഫ് എ മേജർ ബിസിനസ് സ്ട്രാറ്റജി? പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ആർട്ട് ഓഫ് ഇമ്പോസിബിൾസ് അല്ലേ? ആൻഡ് ദ ആർട്ട് ഓഫ് മേക്കിംഗ് ഇമ്പോസിബിൾ ദ പോസിബിൾ. നമ്മൾ ആലോചിക്കാത്തതും നമ്മൾ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും ആയിരിക്കാം ഓവർ എ പീരീഡ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു ഈ പീറ്റർ നവാറോ പണ്ട് പറഞ്ഞില്ലേ, ഈ പറഞ്ഞ പോലെ ഒരു ഇന്ത്യൻ ഫാമിലിയാണ് ഈ റഷ്യൻ ക്രൂഡ് കൊണ്ട് ബെനിഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. മേ ബി ഇതും ട്രംപ് ഇപ്പം അടുത്ത കാലത്ത് ഇന്നലെയോ മിനിങ്ങാന്ന് കണ്ട പറഞ്ഞത് എന്താ, we will not shy away from putting more sanctions or tariffs on India if they are buying it from Russia എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഒരു സ്റ്റേജ് മാനേജറും നമ്മളെ ഒന്ന് മിസ്ലീഡ് ചെയ്യാനും ഇതിൻ്റെ പുറകിൽ വലിയൊരു ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളതും പല പത്രങ്ങൾ അത് എഴുതാത്തതാണോ ഒന്നും നമുക്കറിയില്ല എന്നുള്ളതാണ്. കാലം മാത്രമേ ഇതിനെ തെളിയിക്കുള്ളൂ എന്നുള്ളത്. അന്ന് ഈ ഒരു എപ്പിസോഡ് ചെയ്തപ്പോൾ, അതായത് ട്രംപ് ജൂനിയർ ഇവിടെ വന്നപ്പോൾ ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്തപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, താരിഫുമായൊരു ചർച്ചയായിരുന്നു നമ്മൾ നടത്തിയത്. താരിഫിൻ്റെ ഒരു മഞ്ഞുരുകാനായിരിക്കുമോ വന്നിരിക്കുന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ചർച്ച ചെയ്തത്. പക്ഷേ ഇങ്ങനത്തുള്ള ഒരു സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നിരിക്കുകയല്ലേ സാർ? നമുക്ക് ഇതിനകത്തെ കുറിച്ച് ഒന്നും അറിയില്ല. ഇതൊക്കെ നമ്മുടെ ഒരു വൈൽഡ് ആയിട്ടുള്ള ഒരു ഗസ്സുകളാണ്. പക്ഷേ എന്നും മാർക്കറ്റിൽ വർക്ക്ഔട്ട് ചെയ്യണത് ഇതേപോലുള്ള ഗസ്സുകളാണ്. കാര്യം ഇപ്പം അറിയാവുന്നുള്ളൊരു കാര്യം മാത്രമല്ലല്ലോ. നമ്മൾ എപ്പോഴും പറഞ്ഞല്ലോ, സ്റ്റോക്ക് മാർക്കറ്റ് ഡിസ്കൗണ്ട്സ് ദ ഫ്യൂച്ചർ ഏർണിംഗ് പൊട്ടൻഷ്യൽ ഓഫ് എ ബിസിനസ്. അതായത് എന്താണോ ഭാവിയിൽ നടക്കാൻ പോകുന്നത് അത് ഇന്ന് ഡൈജസ്റ്റ് ചെയ്യുന്നതാണ് ഈ പറയുന്ന പോലെ സ്റ്റോക്ക് മാർക്കറ്റും എക്കണോമിയും എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ നിന്നുകൊണ്ടായിരിക്കാം നമ്മളെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കാണാൻ പറ്റുന്നുള്ളൂ. ചിലപ്പോൾ വി മൈറ്റ് ബി റോങ്, നമുക്ക് അറിയില്ല എന്നല്ല. അപ്പം നമ്മൾ പറയുന്നത് വെച്ചാൽ ഇവിടെ ഈ ട്രംപിൻ്റെ മകൻ ജൂനിയർ ഈ അംബാനിയെ കാണാൻ വരികയും ഇതൊക്കെ വന്ന് ഉടനെ തന്നെ നമുക്ക് പെട്ടെന്ന് ട്രേഡ് ഡീൽ തരികയും അല്ലെങ്കിൽ ഇന്ത്യയായിട്ട് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞാൽ പൊതുവെ ജനങ്ങൾ സംശയിക്കില്ലേ? അപ്പൊ എന്ത് ചെയ്യും? അപ്പം നമ്മളെ ഒന്ന് മിസ്ഗൈഡ് ചെയ്ത് മിസ്ലീഡ് ചെയ്ത് അത് ഇങ്ങനെയൊക്കെ കാണിച്ച് അതിനൊരു വലിയ ലാർജർ പ്ലാനെ കൊണ്ടുവന്ന് നമുക്കറിയില്ലല്ലോ. ഇപ്പം ഈ പറയുന്ന പോലെ നമുക്കൊരിക്കലും കുറ്റം പറയാക്കൂല. കാര്യം ഇപ്പം അമേരിക്കൻ എക്കണോമിയോ അമേരിക്കൻ ജനതയോ അമേരിക്കൻ സിറ്റിസൻസിന് പോലും ട്രംപിനെ കുറ്റം പറയാൻ പറ്റൂല എന്നുള്ള രീതിയിലായി. കാര്യം ഇപ്പം ടാരിഫ് എന്ന് പറഞ്ഞ കാര്യം, ലിബറേഷൻ ഡേയുടെ അന്ന് ടാരിഫ് വയ്ക്കുമ്പോൾ അന്ന് ലോകത്തെമ്പാടുമുള്ള എനിക്ക് തോന്നുന്നു മോർഗൻ സ്റ്റാൻലി ആദ്യം പറഞ്ഞു, പിന്നെ ഗോൾഡ്മാൻ സാക്സ് വന്നു, JP മോർഗൻ വന്നു, ജെഫ്രീസ് വന്നു, CLSA വന്നു. എല്ലാവരും വന്നിട്ട് എന്താ പറഞ്ഞത്? അമേരിക്ക വിൽ ഗെറ്റ് ഇൻ ടു എ റിസെഷൻ, ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഒരിക്കലും ഉണ്ടാവില്ല, കാര്യം ഇൻഫ്ലേഷൻ നല്ല രീതിയിൽ ഉയരുന്നു. അന്ന് നമ്മൾ പറഞ്ഞു വി ആർ സ്റ്റിക്കിംഗ് അവർ നെക്ക് ഔട്ട് ആൻഡ് സേയിങ് അമേരിക്ക വിൽ നെവർ ഗെറ്റ് ഇൻ ടു എ റിസെഷൻ ആൻഡ് ദർ വിൽ ബി 2 റേറ്റ് കട്ട്സ്. ആൻഡ് ഇൻസിഡൻ്റ്ലി 2 റേറ്റ് കട്ട്സ് അല്ല, 0.25 വെച്ചിട്ട് 25 ബേസിസ് പോയിന്റ്സ് വെച്ചിട്ട് 75 ബേസിസ് പോയിന്റ്സ് ഇൻ ടോട്ടോ 3 റേറ്റ് കട്ടാണ് അമേരിക്ക എക്സ്പീരിയൻസ് ചെയ്തതെന്നുള്ള. അപ്പം നമ്മൾ അന്നും പറഞ്ഞത് ട്രംപ് ബീയിങ് എ ബിസിനസ് മാൻ ഹൗ ക്യാൻ ഈ റൺ എ കൺട്രി വിച്ച് വിൽ ഗെറ്റ് ഇൻ ടു റിസെഷൻ? ഇറ്റ് വിൽ നോട്ട്. അങ്ങനത്തെ രീതിയിൽ എന്നിട്ട് അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഈ ടാരിഫ് ഇനത്തിൽ അമേരിക്കൻ പോർട്ടുകൾ ഏൺ ചെയ്യാൻ പോകുന്നത് ഏതാണ്ട് $300 to $350 ബില്യൺ ഏൺ ചെയ്യുന്ന പറഞ്ഞ സ്ഥലത്ത് ഇപ്പൊ ട്രംപ് പറയുന്നത് എത്രയെന്നറിയോ? $600 ബില്യൺ ആണ് അവർ ടാരിഫ് മുഖാന്തരം. അതെ, $650 ബില്യൺ എന്ന് പറയുമ്പോൾ ഹൂ ക്യാൻ കംപ്ലൈൻ? ടാരിഫിനെ ആർക്ക് കംപ്ലൈൻ ചെയ്യാൻ പറ്റും? രാഷ്ട്രീയപരമായിട്ട് എനിക്ക് തോന്നുന്നു അവരുടെ ഒപ്പോസിഷന് പോലും മിണ്ടാൻ പറ്റില്ല. $600 ബില്യൺ ആണ് വന്നേക്കുന്നത്. അതുമാത്രമല്ല പല രാജ്യങ്ങളായിട്ടും ഇപ്പം ഇന്ത്യ മാറ്റി വയ്ക്കാം ഒരു എക്സെപ്ഷണൽ കേസായിട്ട്, മറ്റുള്ള രാജ്യങ്ങളായിട്ടൊക്കെ അവർ സൈൻ ചെയ്തത് പോലും അതിൽ നിന്ന് റവന്യൂ കിട്ടും എന്നുള്ളതാണ്. അതായത് ട്രേഡും നോർമലൈസ് ചെയ്തു, അതിൽ നിന്നൊരു റവന്യൂ $600 ബില്യൺ കിട്ടുമെന്ന് പറഞ്ഞാൽ Trump has emerged one of the most powerful men in the world again, and with Venezuelan Act he has proved time and again that it is a different cup of tea altogether, and he is trying to negotiate between Russia ആൻഡ് ഈ പറഞ്ഞ പോലെ യുക്രൈനും തമ്മിലുള്ള ആ ഒരു രീതിയിലേക്ക് ചെയ്യുന്നു എന്നുള്ളത്. അതുകൊണ്ട് ട്രംപിൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് നമുക്കറിയില്ല എന്ന് മാത്രം. സോ ഇത്രയും കാര്യങ്ങൾ ആണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്നൊന്ന് നോക്കുന്ന ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. നമ്മൾ കമ്മിങ് ബാക്ക് ടു അവർ മാർക്കറ്റ്, പ്രഷ്യസ് മെറ്റൽസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഹാവിംഗ് ഇറ്റ്സ് ഫാന്റാസ്റ്റിക് ബുൾ റൺ. ഗോൾഡ് അനദർ 3% അപ്പ്, സിൽവർ 7%. പ്രഷ്യസ് മെറ്റൽ മാറ്റി വെച്ചിട്ട് നമ്മൾ മെറ്റൽ നോക്കുകയാണെങ്കിൽ കോപ്പർ ബിഗ് മൂവ് ഔട്ട് ദെയർ അല്ലേ? കോപ്പറും നല്ല രീതിയിലാണ് മൂവ് ചെയ്യണമെന്നുള്ള. എത്ര? കോപ്പർ എബവ് $13,000 ഫോർ ദ ഫസ്റ്റ് ടൈം എന്നുള്ള അതിൻ്റെ റിഫ്ലക്ഷൻ എന്ന രീതിയിൽ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഹിൻഡാൽക്കോൻ്റെ മൂവ്മെൻറ്റ് ഇന്നും മേ ബി എ ടോപ്പ് ഗെയിനർ അല്ലേ? അനദർ 2 to 3% അപ്പാണെന്ന് തോന്നുന്നു ഹിൻഡാൽക്കോ. പിന്നെ ട്രംപ് പോസ്റ്റഡ് ഓൺ സോഷ്യൽ മീഡിയ, ഞാൻ ഈ പറഞ്ഞ പോലെ $600 ബില്യൺ ടാരിഫ് റവന്യൂ വരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എന്നുള്ള. പിന്നെ എനിക്ക് സന്തോഷമുള്ള 2 കാര്യം ഇന്ന് നമുക്ക് നമ്മുടെ പ്രേക്ഷകരായിട്ട് ഷെയർ ചെയ്യാനുള്ള, രണ്ടും കേരളത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസ് ആണെന്നുള്ള. അത് ഒന്നാമത്തേതെന്ന് പറയുന്നത് ഇത് എക്സ്പെക്റ്റേഷനാണ്, ഇതൊരു അൺകൺഫേംഡ് റിപ്പോർട്ട്സ് ആണ്, നമുക്കറിയില്ല. അതായത് നമുക്കറിയാമല്ലോ ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ വന്ദേ ഭാരതിന് ഈ പറയണ പോലെ സ്ലീപ്പർ വന്ദേ ഭാരത് തുടങ്ങി എന്നുള്ള
സോഴ്സസ് ഇൻഡിക്കേറ്റ് 2 സ്ലീപ്പർ വന്ദേ ഭാരത് ചിലപ്പോൾ കേരളത്തിന് അലോക്കേറ്റ് ചെയ്തേക്കാം. അതായത് 12 എണ്ണം ഈ കൊല്ലം അലോക്കേറ്റ് ചെയ്യണമെങ്കിൽ 2 എണ്ണം ചിലപ്പോൾ കേരളത്തിന് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ട്രിവാൻഡ്രം ചെന്നൈ, ട്രിവാൻഡ്രം ബാംഗ്ലൂർ എന്ന് പറയുന്ന വളരെ ക്ലാസിക് ആയിട്ടുള്ള 2 റൂട്ടുകളിലാണ്. ഓഫ് കോഴ്സ് നമ്മളെ കണക്ട് ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റുഡൻസിൻ്റെയും നമ്മുടെ ജോലി, നമ്മുടെ വർക്ക് ചെയ്യുന്ന യങ്ങർ ആൾക്കാർക്കും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നത് ഈ കണക്ഷൻ തന്നെയാണ്. ട്രിവാൻഡ്രം ചെന്നൈ, ട്രിവാൻഡ്രം ബാംഗ്ലൂർ തന്നെയാണ് വരുന്നത് എന്നുള്ള. അപ്പോൾ 2 എണ്ണം നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഏതാണ്ട് 16 കോച്ച് 823 ബർത്തുള്ള, അതായത് 11 തേർഡ് AC, 4 സെക്കൻഡ് AC, 1 ഫസ്റ്റ് AC ഉള്ള ട്രെയിനാണ് വന്ദേ ഭാരത് സ്ലീപ്പർ. അതിൽ 2 എണ്ണം കേരളത്തിന് കിട്ടാനുള്ള ചാൻസ്. ഒരു അഡീഷണൽ ബോണസ് എന്ന രീതിയിൽ എനിക്ക് തോന്നും എറണാകുളം ബീഹാർ അമൃത് ഭാരത് എക്സ്പ്രസ്സും കൂടി വരുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അതിനകത്ത് സ്ലീപ്പർ കോച്ചും ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ചും മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പറയുന്ന പോലെ അമൃത് ഭാരത് എക്സ്പ്രസ് ബീഹാറിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള അതിഥി തൊഴിലാളി, ഈ മൈഗ്രൻ്റ് വർക്കേഴ്സിന് മൂവ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. നല്ല കാര്യമാണ് അത് ചെയ്ത്. കാര്യം അവരിവിടെ നമ്മുടെ എക്കണോമിക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാണ്, നമ്മുടെ ഇന്ത്യക്കാർ തന്നെയാണ് എന്നുള്ളതാണ്. അതിനകത്ത് അവർക്ക് വീട്ടിലെത്തിക്കാൻ ഞാൻ ഈ പറയണത് ബംഗ്ലാദേശിൽ നിന്ന് വന്നവരെയല്ല, നമ്മുടെ ഇന്ത്യയിലുള്ള ബീഹാറിൽ നിന്നും UP നിന്നും വന്നവരെ കുറിച്ചാണ് ഞാൻ ഈ പറയണമെന്നുള്ളത്. അത് ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യം. രണ്ടാമത് സന്തോഷകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ബാംഗ്ലൂർ ബേസ്ഡ് ID ഫ്രഷ് ഫുഡ്സ്, അറിയാലോ നമ്മുടെ മലയാളി ഓണ്ടർപ്രനർ, എനിക്കൊന്ന് വയനാട് നിന്നുള്ള അദ്ദേഹമാണെന്ന് തോന്നുന്നു, PC മുസ്തഫ. ചെറുപ്പക്കാരാണ്, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ള കാര്യം നമുക്കറിയാം. എനിക്ക് 2005 തോന്നുന്നു അദ്ദേഹം, എനിക്ക് തോന്നുന്നു ഈ ID ഫ്രഷ് ഫുഡ്സ് എന്ന് പറഞ്ഞിട്ട് ഈ സാധാരണ ഇഡ്ഡലി മാവും ദോശ മാവും ഒക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ചെറിയൊരു ഷോപ്പ് തുടങ്ങിയിട്ടാണ് 2005 ഈ ഓണ്ടർപ്രനർ, അതായത് ഈ PC മുസ്തഫ തുടങ്ങുന്നത്. അവിടുന്ന് പിന്നെ അങ്ങോട്ട് വലിയ വലിയ ഇൻവെസ്റ്റേഴ്സൊക്കെ അതിലേക്ക് വന്നു. എനിക്ക് തോന്നുന്നു അസീം പ്രേംജിയുടെ പ്രേംജി ഇൻവെസ്റ്റ് എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഫേം ഒക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലാസ്റ്റ് അവർ നല്ല രീതിയിൽ ഗ്രോ ചെയ്ത് ഇപ്പോൾ റെഡി ടു കുക്ക് ഫുഡ്സ്, പാക്കേജ്ഡ് ഫുഡ്സ് ആയിട്ട് അവർ വരുന്നുണ്ട്. നമുക്കറിയാമല്ലോ ഈ പറഞ്ഞ പോലെ ഫിൽറ്റർ കോഫി, പൊറോട്ട, കോഫി പൗഡർ, എനിക്ക് തോന്നുന്നു ചട്നി, സാമ്പാർ പൊടി, ഇതൊക്കെ ആയിട്ട് അവർ വന്ന് ഒരു നല്ലൊരു എൻ്റർപ്രൈസായി മാറി എന്നുള്ളതാണ്. അതിലിപ്പോൾ കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് ബ്രിട്ടീഷ് കമ്പനിയായ ആപ്പെക്സ് പാർട്ട്നേഴ്സ് LLP ഏതാണ്ട് 25% സ്റ്റേക്ക് എടുക്കാൻ പോണു 1300 കോടിക്ക്. 25% സ്റ്റേക്ക് 1300 കോടിക്ക് എടുക്കുകയാണെങ്കിൽ അർത്ഥം ഈ ടോട്ടൽ ID ഫ്രഷ് ഫുഡ്സിൻ്റെ വാല്യുവേഷൻ 4500 കോടി ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിലാണല്ലോ 1300 കോടി ഇവർ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഇവർ, എനിക്ക് തോന്നുന്നു ഈ ആപ്പെക്സ് മേടിക്കാൻ പോകുന്നത് പ്രേംജി ഇൻവെസ്റ്റിൻ്റെ കയ്യിൽ നിന്നും TPG ന്യൂ ക്വസ്റ്റിൻ്റെ നിന്നുള്ള ഷെയർസ് ആണ് ഇവർ മേടിക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നു. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യയും ഗൾഫും ഒക്കെ കൂടെ ചേർന്ന് 50 സിറ്റീസിൽ എനിക്ക് തോന്നുന്നു ഈ ID ഫ്രഷ് ഫുഡ്സ് PC മുസ്തഫയുടെ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. 2400 മുതൽ 2500 എംപ്ലോയീസ് വരെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. 24-25 റവന്യൂസ് അവർക്ക് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 688 crores റവന്യൂ ഉണ്ട്. എനിക്ക് തോന്നുന്നു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന് ഈ ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ നമ്മൾ നോക്കാൻ നേരത്ത് വേൾഡ് എക്കണോമിക് ഫോറമില്ലേ, വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ മീറ്റ് വരുന്നുണ്ടല്ലോ, അതിൽ സ്വിറ്റ്സർലൻഡിൽ ഡാവോസിലാണ് നടക്കുന്നത്. അതിൽ കേരളത്തിൻ്റെ ഒരു പവിലിയൻ അല്ലെങ്കിൽ കേരളത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ അവിടെ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനിയിപ്പം എനിക്ക് തോന്നുന്നു ഓവർ ടു യു വിഷ്ണു എന്താണെന്നുള്ളത്. എന്നാൽ സാർ, നമ്മൾ തുടക്കത്തിൽ ഒരു കാര്യം പറയാൻ വിട്ടു. കാരണം ഇന്ന് ഈ ഒരു പുതുവർഷത്തിൽ ആദ്യത്തെ ഒരു എക്സ്പയറി ഡേറ്റ് കൂടിയായിരുന്നു മാർക്കറ്റിനെ സംബന്ധിച്ച്. സാർ, എന്തായാലും നമുക്ക് ഇന്നിപ്പോഴൊരു സ്പോട്ട്ലൈറ്റ് ബിസിനസ് എന്തെങ്കിലും നമുക്ക് പ്രേക്ഷകർക്കായി പങ്കുവെക്കാമെന്ന് ഞാൻ കരുതുന്നത്. ഏതെങ്കിലും ഒരു ബിസിനസ് സാറിൻ്റെ കയ്യിലുണ്ടോ ഇന്ന് പങ്കു? ഈ സ്പോട്ട്ലൈറ്റ് ബിസിനസ്സിനേക്കാളും എനിക്ക് വേറൊരു കാര്യം പറയാനുള്ള കാര്യം എന്നറിയോ, നമ്മളിപ്പോൾ ഫെബ്രുവരി അല്ലേ, ഇപ്പോൾ 2026, ഇപ്പോൾ ജാനുവരി കഴിഞ്ഞ് നമ്മൾ ഫെബ്രുവരിയിലേക്ക് കയറും. ഈ ഫെബ്രുവരി എന്ന് പറയുന്ന മാസത്തിൻ്റെ പ്രത്യേകത എന്നറിയോ, ഈ ഫെബ്രുവരിക്ക് 4 സൺഡേ ഉണ്ട്, 4 മൺഡേ ഉണ്ട്, 4 ട്യൂസ്ഡേ ഉണ്ട്, 4 വെനസ്ഡേ ഉണ്ട്, 4 തേഴ്സ്ഡേ ഉണ്ട്, 4 ഫ്രൈഡേ ഉണ്ട്, 4 സാറ്റർഡേ ഉണ്ട്. എല്ലാം 4 എന്ന് വരുന്ന ഒരു പ്രത്യേക തരം ഒരു മാസമാണ് ഫെബ്രുവരി 2026. പക്ഷേ ഇത് വാട്സപ്പിലൊക്കെ ഒരുപാട് ഇൻഫർമേഷൻ വരുന്നെങ്കിലും അവർ പറയുന്നത് എന്താണെന്നറിയോ, വാട്സപ്പിൽ ഒരു ചെറിയൊരു കള്ളത്തരം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അവർ ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊരു മിറക്കിളാണ്. അതായത് 823 ഇയേഴ്സിൻ്റെ ഇടയ്ക്ക് സംഭവിക്കുന്ന ഒരു സവിശേഷതയാണ് എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് എന്നുള്ള. ബട്ട് അതല്ല, ഇത് 2015 സംഭവിച്ചിട്ടുണ്ട്, 2021 സംഭവിച്ചിട്ടുണ്ട്, 2027 സംഭവിക്കും, 2038 സംഭവിക്കും എന്നാണ്. കാര്യം വെച്ചാൽ 2026 എന്ന് പറയുന്നത് ഒരു ലീപ്പ് ഇയർ അല്ല. ലീപ്പ് ഇയർ അല്ലാത്തതുകൊണ്ട് തന്നെ ഫെബ്രുവരിയിൽ 28 ദിവസം കാണും. ഒരാഴ്ചയിൽ 7 ദിവസം എന്ന് പറയുമ്പോൾ 28നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നേരത്ത് ദാറ്റ് മീൻസ് 4 days, 4 every വീക്ക് ഡേയ്സ് ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ 4 സൺഡേ 4 മൺഡേ എന്നുള്ള രീതിയിലേക്കൊക്കെ വരുന്നത് എന്നുള്ളത്. അതായത് ഒരു പെർഫെക്റ്റ് റെക്റ്റാങ്കിൾ ആണ് ഫെബ്രുവരി 2026 എന്ന് പറഞ്ഞത്. അതായത് സൺഡേ വീഴുന്നത് 1-ാം തീയതി,
സാറ്റർഡേ വീഴുന്നത് 28-ാം തീയതിയാണ്. അങ്ങനത്തെ ഒരു പെർഫെക്റ്റ് റെക്റ്റാങ്കിൾ ആണ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഫെബ്രുവരി 1-ാം തീയതി എന്ന് പറയുന്നത് ഏത് ദിവസമാണ് വീണ്? സൺഡേ ആടുന്നുള്ള. അപ്പോൾ സൺഡേ ഫെബ്രുവരി 1 പ്രത്യേകത എന്താണ്? സൺഡേ ഫെബ്രുവരി 1 പ്രത്യേകത ബഡ്ജറ്റ് ഡേ ആയിരിക്കും എന്നുള്ളതാണ്. അതായത് 2017, അതായത് സാധാരണ ഈ യൂണിയൻ ബഡ്ജറ്റ് ഫെബ്രുവരിയുടെ ലാസ്റ്റ് വർക്കിംഗ് ഡേയിലാണ് സാധാരണ പ്രസൻറ്റ് ചെയ്യാറ്. അതായത് ഫെബ്രുവരി 28 അല്ലെങ്കിൽ ലീപ്പ് ഇയർ വരുമ്പോൾ ഫെബ്രുവരി 29 സാധാരണ ഇത് ചെയ്യാറ്. അപ്പോൾ ഈ എന്തെങ്കിലും രീതിയിൽ ഫെബ്രുവരി 28 അല്ലെങ്കിൽ 29 എന്ന് പറയുന്നത് സൺഡേ ആവുകയാണെങ്കിൽ സാധാരണ അവർ ഒരു ഡേ ഏർലിയർ ആയിട്ട് ഒരു പ്രീവിയസ് ഡേയിൽ സാധാരണ ബഡ്ജറ്റ് അവതരിപ്പിക്കും. അതായത് സൺഡേ ആണ് ഈ പറയുന്ന പെർട്ടിക്കുലർ ഡേറ്റ് വരികയാണെങ്കിൽ ഇവർ സാറ്റർഡേ അവതരിപ്പിക്കുന്നതാണ് അതിനകത്തുള്ള ഒരു പതിവ് എന്ന് പറയുന്നത്. അതായത് 1947 ശേഷം 79 യൂണിയൻ ബഡ്ജറ്റും ലാസ്റ്റ് ഡേ ഓഫ് ഫെബ്രുവരി, അതായത് ലാസ്റ്റ് ഡേ ഓഫ് ഫെബ്രുവരി ആണ് എന്നുള്ളതാണ്. അതിൽ 2 പ്രാവശ്യം മാത്രമാണ് അത് സൺഡേ ആയിപ്പോയെന്നുള്ള. അങ്ങനത്തെ ദിവസം അവരെന്ത് ചെയ്യും? അതിൽ നിന്ന് അഡ്വാൻസ് ചെയ്യും. ഫ്രൈഡേയോ സാറ്റർഡേ അഡ്വാൻസ് ചെയ്യും എന്നുള്ളതാണ് ചെയ്യുന്നത് എന്നുള്ള. അപ്പോൾ ഇപ്രാവശ്യം ഈ ഫെബ്രുവരി 1 എന്ന് പറയുന്നത് സൺഡേ വീഴുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ മാർക്കറ്റിലെ സ്പെക്കുലേഷൻ സൺഡേ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമോ അല്ലെങ്കിൽ സൺഡേ ബഡ്ജറ്റ് അവതരിപ്പിക്കുമോ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുമോ എന്നുള്ളതാണ് ക്യൂരിയോസിറ്റി ഉള്ളൊരു കാര്യം. സാറിൻ്റെ ഒരു പ്രതീക്ഷ എന്താണ്? ഏതായാലും ഒരു മാർക്കറ്റ് ഓപ്പൺ ഉണ്ടാവുന്നു അറിയില്ല. ഇപ്പം നമ്മളിപ്പോൾ നോക്കാമല്ലോ, ഇപ്പോൾ മാക്സിമം ബഡ്ജറ്റ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ശ്രീ മൊറാർജി ദേശായിയാണ്. എനിക്ക് തോന്നുന്നു 10 ബഡ്ജറ്റ് അങ്ങാണ്ട് അദ്ദേഹം അവതരിപ്പിച്ചു. എനിക്ക് തോന്നുന്നു 2 സ്റ്റിൻഡിലായിട്ടാണ് അവതരിപ്പിച്ചത്. ഒന്ന് എനിക്ക് തോന്നുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്നതിൻ്റെ കീഴിലും പിന്നെ ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്നതിൻ്റെ കീഴിലും 2 രീതിയിലാണ് അവർ അവതരിപ്പിച്ചതെന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണ്, തെറ്റാണോ എന്ന് എനിക്കറിയില്ല, പി ചിദംബരം 9 ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മലാ സീതാരാമൻ 8 എണ്ണം അവതരിപ്പിച്ച് കഴിഞ്ഞു. ഈ പറയുന്ന പോലെ 9ാമത്തെ ബഡ്ജറ്റാണ് അവതരിപ്പിക്കുന്നത്. 2 ടേമിലായിട്ടാണെങ്കിലും ഒരേ പ്രൈം മിനിസ്റ്ററിൻ്റെ കീഴിൽ ശ്രീ നരേന്ദ്രമോദിയുടെ കീഴിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഈ 1947 ശേഷം 80ാമത്തെ ബഡ്ജറ്റ് ആയിരിക്കണം അല്ലേ? 80ാമത്തെ ബഡ്ജറ്റ് ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നുള്ളത് ഈ ഫെബ്രുവരി 2026. അപ്പോൾ സാധാരണ പോലെ ഫസ്റ്റ് ഡേ ഓഫ് ഫെബ്രുവരി വീണ്ടും സൺഡേയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ബഡ്ജറ്റ് സൺഡേ വരുന്നത് ഒരു കാര്യം. രണ്ടാമത് ഗുരു രവിദാസ് ജയന്തി എന്ന് പറഞ്ഞൊരു ദിവസമുണ്ട്. ഈ ഗുരു രവിദാസ് ജയന്തി ഈ ദിവസമാണ് സാധാരണ വീണ്. ബട്ട് ഇത് ഒരു എന്താ പറയുക, ഒരു പബ്ലിക് ഹോളിഡേ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതായത് ഇത് ഞാൻ കണ്ടിരിക്കുന്നതൊക്കെ ഒരു റെസ്ട്രിക്റ്റഡ് ഹോളിഡേ എന്ന് വെച്ചാൽ ഡൽഹിയിലും ഹരിയാനയിലും ഈ ഗുരു രവിദാസ് ജയന്തി പ്രമാണിച്ച് ഹോളിഡേ കൊടുക്കാറുണ്ട് എന്നുള്ള. എന്നാൽ ഞാൻ ഈ പറഞ്ഞ പോലെ 2025 ഞാൻ നോക്കുകയാണെങ്കിൽ ഈ ഗുരു രവിദാസ് ഹോളിഡേ എന്ന് പറയുന്നത് ഒരു വെനസ്ഡേ. എനിക്ക് തോന്നുന്നു ഫെബ്രുവരി 12 കഴിഞ്ഞ കൊല്ലം ഇത് വന്നതെന്ന്. ആ സമയത്ത് 2 ഹൗസസ് ഓഫ് പാർലമെൻറ്റും സിറ്റിംഗ് ആയിരുന്നു എന്നുള്ള ഓൺ അക്കൗണ്ട് ഓഫ്. അപ്പോൾ എന്നിട്ടും ഈ 2 ഹൗസസും ഇതിന് വേണ്ടിയിട്ട് ഒരു ഡിസ്കഷൻ നടന്നിട്ടില്ല എന്നുള്ളതിൻ്റെ പ്രത്യേകതയാണെന്നുള്ളതാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ പാർലമെൻറ്റ് സൺഡേ സിറ്റിംഗ് ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ അറിയില്ല. സൺഡേ സിറ്റിംഗ് പാർലമെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. 2020 എനിക്ക് തോന്നുന്നു കോവിഡ് പാൻഡമിക്കിൻ്റെ സമയത്ത് ഒരു സ്പെഷ്യൽ സെഷൻ പാർലമെൻറ്റിൽ സൺഡേ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുമാത്രമല്ല 13 May 2022 60th ആനിവേഴ്സറി ഓഫ് പാർലമെൻറ്റിനും സൺഡേ വർക്ക് ചെയ്തിരുന്നു എന്നുള്ളത്. എന്നാൽ ബഡ്ജറ്റിന് ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു ചരിത്രം കേട്ടിട്ടില്ല സൺഡേ ഓപ്പറേറ്റ് ചെയ്യുന്നതായിട്ട്. ഇപ്രാവശ്യം അത് നടക്കൂലേ എന്നുള്ളതാണ്. ഗവൺമെൻറ് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. അത് വന്നതിന് ശേഷം നമുക്ക് നോക്കാം എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നമുക്കിപ്പോൾ ഒന്ന് മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ് ആയിട്ട് ഒന്ന് എടുക്കാം. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ സ്പോട്ട് ലൈറ്റിലേക്ക് ഞാനൊരു ശരിക്കും പറഞ്ഞ ഒരു ബിസിനസ് ഞാൻ ശരിക്കും പറഞ്ഞാൽ കണ്ടുവച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ നാളെ അവതരിപ്പിക്കാം എന്നുള്ള കാര്യത്തിൽ അതിന് ചിലപ്പോൾ എനിക്ക് സമയം കിട്ടിയില്ല എന്ന് വരും. നമുക്ക് മാർക്കറ്റ് അപ്ഡേറ്റ് എടുക്കാനുണ്ട്, മാർക്കറ്റിൻ്റെ ടെക്നിക്കൽസ് എടുക്കാനുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്താ, എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന പോലെ ഐ അസ്യൂം ചെയ്യണം, ഞാൻ ഈ പറഞ്ഞ കാര്യം ജസ്റ്റ് ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. ഞാൻ ഈ പറയുന്നത് ഈ റിലയൻസ്, ട്രംപ് ജൂനിയർ, വെനിസ്വേല, ഈ പറയുന്ന പോലെ ഹെവി ക്രൂഡ്, റിലയൻസ് ജാംനഗർ ഫാക്ടറി, ഇത് നടന്നാൽ അതിശയമൊന്നുമില്ല. ബട്ട് ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. ഇതെല്ലാം ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ട്രംപിൻ്റെ ജൂനിയർ ഇവിടെ വന്നിട്ട് ഒരു ക്ലോസ്ഡ് ഡോർ മീറ്റിംഗ്, ഒരു പ്രൈവറ്റ് മീറ്റിംഗ് അംബാനി ഫാമിലി ആയിട്ട്, എസ്പെഷ്യലി ഇൻ ദ വേക്ക് ഓഫ് ടാരിഫ്. ഇപ്പോൾ ടാരിഫിൻ്റെ ആ ഒരു ടെൻഷൻ നിലനിൽക്കുന്ന സമയത്തും ലോകം അതിനെ ഉറ്റുനോക്കുന്ന സമയത്തും ഇങ്ങനെ ഒരു മീറ്റിംഗ് എന്തിനാണ് നടന്നതെന്നുള്ളത് ഒന്ന് സ്പെക്കുലേറ്റ് ചെയ്യണമെന്ന് മാത്രം. ഐ ഡു നോട്ട് നോ വെദർ ദിസ് വിൽ ഹാപ്പൻ ഓർ നോട്ട്, വെദർ ദിസ് റൈറ്റ് ഓർ റോങ്, ഇതെനിക്കറിയില്ല. ബട്ട് ഈവൻ ദെൻ ഞാൻ അതിനകത്ത് വെനിസ്വേലയുടെ ഈ പറയുന്ന പോലെ ചീപ്പ് ഡേർട്ട് ഹെവി ക്രൂഡും റിലയൻസ് ജാംനഗർ ഫാക്ടറി എന്ന് പറഞ്ഞാൽ ക്ലാസിക് വേൾഡ് ക്ലാസ് അസറ്റിന് അത് റിഫൈൻ ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റിയും റഷ്യയായിട്ടുള്ള ക്രൂഡ്
ൻ്റെ ആ ഒരു ഇൻടേക്ക് നമ്മൾ കുറയ്ക്കുകയും കൂടുതൽ നമ്മൾ അമേരിക്കൻ അസറ്റ് എന്ന് പറയുമ്പോൾ നോർത്ത് അമേരിക്ക മാത്രമല്ല അമേരിക്ക കൺട്രോൾ ചെയ്യണ ഓയിൽ അസറ്റ്സിൽ നിന്നും നമ്മൾ മേടിക്കുന്ന ഒരു വാല്യൂ ചെയിൻ നമ്മളിങ്ങനെ വരച്ചു വരുമ്പോൾ നമുക്ക് എൻസർക്കിൾ ചെയ്ത് കിട്ടുന്നുണ്ടെന്ന് മാത്രം. ഇത് വെച്ചൊന്ന് സ്പെക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്കൊന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ഇന്ന് 3.2% ഡൗൺ ആയിരുന്നു അല്ലേ, 1528 ട്രേഡ് ചെയ്യണമെന്നുള്ള. ബട്ട് നമുക്ക് നോക്കാം, നമ്മൾ മാർക്കറ്റും എക്കണോമിയും ഇതേപോലുള്ള പൊളിറ്റീഷ്യൻസും നമ്മളെപ്പോലെ സാധാരണ ജനങ്ങളെ എന്നും മിസ്ലീഡ് ചെയ്യും മിസ്ഗൈഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇതിൽ സ്മാർട്ടായിട്ട് ചിന്തിച്ച് നമുക്ക് അവിടെ പ്രോഫിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമ്മുടെ ഭാഗ്യം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ബട്ട് ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. ഞാൻ ഇതൊരു എന്താ പറയുക, ഒരു ജസ്റ്റ് ഒരു സർക്കാസ്റ്റിക് ആയിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ബട്ട് ഈവൻ ദെൻ മാർക്കറ്റിൽ വളരെ സൂക്ഷിച്ചായിട്ട് തന്നെ പോകാം. വി ആർ അറ്റ് എ വെരി വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റേജ് ഓഫ് ദ മാർക്കറ്റ് ആൻഡ് ഹാപ്പി ദാറ്റ് ദ മാർക്കറ്റ് ഇസ് ഗോയിങ് അപ്പ് എന്നുള്ളത്. നല്ല സ്റ്റോക്സ് ഒക്കെ നന്നായിട്ട് നിങ്ങൾ മേടിച്ച് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതായാലും നമുക്ക് മറ്റു ഡിസ്കഷനിലോട്ട് കടക്കാമെന്ന് വരുന്നു. താങ്കൾക്ക് എന്താണ് ഈ പ്രേക്ഷകർക്കായിട്ട് അവസാനമായി പറയാനുള്ളത്? വിഷ്ണു, ഇതൊന്നുമല്ല, നമുക്കറിയാലോ ഇപ്പോൾ ബഡ്ജറ്റാണ് നമുക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ഈവൻ്റ് ആയിട്ട് 2026 ഫസ്റ്റ് ഹാഫിൽ നമുക്ക് വരുന്നത്. അത് February 1 ആണ്, അത് സൺഡേ ആണ്. അന്ന് ബഡ്ജറ്റ് അവതരിപ്പിക്കുമോ എന്നും അന്ന് മാർക്കറ്റ് ഉണ്ടാവുമോ എന്നുള്ള ഒരു സ്പെക്കുലേഷൻ ഒരു സൈഡിൽ കൂടെ നടക്കുന്നു. ഗവൺമെൻറ് ഒരു കൺഫർമേഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ ഈ ബഡ്ജറ്റ് തന്നെ വരാവുന്ന ഒരു കാര്യം, ഇപ്പം നമുക്ക് അതിനകത്ത് ഇനിയിപ്പോൾ ഇൻകം ടാക്സ് കട്ട് പ്രതീക്ഷിക്കാവില്ല. ഒരു ഓൾറെഡി കഴിഞ്ഞ കൊല്ലം ഭേദപ്പെട്ട, അതായത് 12 ലക്ഷം വരെ ഇൻകം ടാക്സിൻ്റെ ഒരു ബെനിഫിറ്റ് സാധാരണ സിറ്റിസൻസിനും മിഡിൽ ക്ലാസ്സിനും കൊടുത്തു എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. ബഡ്ജറ്റ് കഴിഞ്ഞ് ബഡ്ജറ്റിൻ്റെ പുറമെ ഒരുപാട് റിഫോംസും ഗവൺമെൻറ് 2025 കൊണ്ടുവന്നിരുന്നു എന്നുള്ള കാര്യവും നമുക്ക് നന്നായിട്ട് അറിയാം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യത്തിലും ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെ ഫിഗേഴ്സിലും ട്രേഡ് ഡെഫിസിറ്റിൻ്റെ ഫിഗേഴ്സിലും ഒക്കെ നമുക്ക് ഏതാണ്ട് ഒരു ധാരണയുണ്ട് എന്നുള്ള. അപ്പോൾ എന്തായിരിക്കാം ഇനി ഏത് ഇൻഡസ്ട്രിക്കായിരിക്കാം? ഇപ്പോൾ ഷിപ്പ് ബിൽഡിംഗ് മേഖല എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു ഷിപ്പ് ബിൽഡിംഗ് നന്നായിട്ട് ഉയരണം ഇന്ത്യയിൽ. നമ്മളായിരിക്കും കഴിഞ്ഞ ബഡ്ജറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ഇന്ത്യക്ക് വലിയൊരു ട്രേഡ് ശക്തിയായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഈ ടാരിഫ് റെജീമൊക്കെ നിലനിൽക്കുമ്പോൾ നമുക്ക് ഇതിനെയൊക്കെ താണ്ടി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഷിപ്പ് ബിൽഡിംഗ് സെക്ടറിൽ നന്നായിട്ട് വരണം. ഏതാണ്ട് അതിൻ്റെ നല്ലൊരു വിഭാഗം ഉണ്ടാക്കുന്നത് ചൈനയും കൊറിയയും ജപ്പാനുമാണ്. ഇന്ത്യ ഒരു 5% പോലും ഗ്ലോബൽ ഷിപ്പ് ബിൽഡിങ്ങിലില്ല. എന്നാൽ നമ്മുടെ ഇവിടെ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ടെക്നോളജിയുള്ള കൊച്ചിൻ ഷിപ്പ് യാർഡ്, GRSC അല്ലെങ്കിൽ മെസഗോൺ ഡോക്ക് പോലെയുള്ള നല്ല ഷിപ്പ് ബിൽഡിംഗ് ഇതുണ്ട്. പിന്നെ സ്വാൻ കോർപ്പ് പോലത്തെ വേറെ പ്രൈവറ്റ് കമ്പനീസും ഉണ്ടെന്നൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞു. അത് അതേപോലെ തന്നെ സംഭവിച്ചു. ഏതാണ്ട് 70,000 കോടി, പിന്നെ ഒരു 42,000 കോടി, അങ്ങനെ നല്ല രീതിയിൽ വന്നു. പാർലമെന്റിൽ 5 ബില്ല് പാസ്സാക്കി. ഇങ്ങനത്തെയൊക്കെ പല കാര്യങ്ങളും നമ്മൾ നടന്നു. അതേപോലെ ഞാൻ കാണുന്ന ഒരു കാര്യമുണ്ട്, അതായത് മേ ബി ആഫ്റ്റർ 7 years ഓഫ് കൺസൾട്ടേഷൻ 3 ഡ്രാഫ്റ്റ് ബില്ലുകൾ ഓവർ ദ ഇയേഴ്സ്, 3 ഡ്രാഫ്റ്റ് ബില്ല് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 2018, 2020, 2020 വന്നുവരുന്നു എന്ന് തോന്നുന്നു. എന്നിട്ട് ഇതിനെ പാർലമെൻറ്റിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് ഈ ബില്ലിനെ അങ്ങോട്ട് വിടുകയാണ് ചെയ്തത്. പാർലമെൻറ്റിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടുതൽ ഡിസ്കഷൻ്റെ ആവശ്യമുണ്ട് എന്നുള്ള. എന്താണ് ആ ബില്ല്? ആ ബില്ല് എന്ന് പറയുന്നത് മച്ച് അവൈറ്റഡ് ഇലക്ട്രിസിറ്റി അമെൻമെൻറ്റ് ബിൽ 2026. ഈ ഇലക്ട്രിസിറ്റി അമെൻമെൻറ്റ് 2026 മിക്കവാറും, എനിക്കറിയില്ല, ഇതൊരു സ്പെക്കുലേഷനാണ്. ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് അഗെയിൻ. ഞാനിത് ഒരു ഡിസ്ക്ലെയിമർ പറയുന്നത് വെച്ചാൽ ഇത് ഒരു എക്സ്പെക്റ്റേഷനാണ്. ഇതേപോലെ നടക്കണമെന്നില്ല. ഞാൻ 100% തെറ്റാനുള്ള ചാൻസും ഉണ്ട്. ഇലക്ട്രിസിറ്റി അമെൻമെൻറ്റ് ബിൽ 2026 മിക്കവാറും ബഡ്ജറ്റിൽ അവതരിപ്പിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള. 3 ഡ്രാഫ്റ്റ് ബില്ല് ഇതിനു മുമ്പേ കഴിഞ്ഞ ഗവൺമെൻറ്, അതായത് ഇതേ ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ ടേമിൽ വന്നെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു 2024 ലോക്സഭ ഇലക്ഷൻ വന്നോടുകൂടി പോയത് തന്നെ ഈ പറയുന്ന പോലെ ഈ ലാപ്സ് ആയിപ്പോയി ഈ ബില്ല് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ തിരിച്ച് റീഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. 3 പ്രാവശ്യം ഡ്രാഫ്റ്റ് വന്ന് ഭേദപ്പെട്ട ഡിസ്കഷനും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ ഡിസ്കഷനും നടന്ന ബില്ല് തന്നെയാണ്. ഗ്രോയിങ് ഇന്ത്യ, അതായത് പവർ സെക്ടർ നമുക്കറിയാലോ എന്തോരം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇലക്ട്രിക് വെഹിക്കിൾസ് വരുന്നു, ഡേറ്റാ സെൻറ്റർ വരുന്നു. ഒരു ഹൈപ്പർ സ്കെയിൽ ഡേറ്റാ സെൻറ്ററിന് ആവശ്യമുള്ള ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു ടൗൺ കംപ്ലീറ്റ് പവർ ചെയ്യാനുള്ളതാണ്. അതുമാത്രമല്ല നമ്മുടെ ഗ്രിഡ് എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന പോലെ ഒരു സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോഴാണെങ്കിൽ സ്റ്റെബിലൈസ്ഡ് അല്ലാത്ത, ലീനിയർ അല്ലാത്ത ഒരുപാട് സോഴ്സ് ചെയ്ത് നമുക്ക് വരുന്നു. അതായത് സോളാർ വരുന്നു, അത് രാവിലെ മാത്രം കിട്ടുന്നു, രാത്രി കിട്ടുന്നില്ല. വിൻഡ് സോഴ്സ് വരുന്നു, വിൻഡ് സോഴ്സ് വരുമ്പോൾ എന്താ വിൻഡ് ഉള്ളപ്പോൾ മാത്രം കിട്ടുന്നു. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ അങ്ങനത്തെ ഗ്രിഡിൻ്റെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിലൊക്കെ നമുക്ക് റിഫോംസ് വേണം, നല്ല ക്യാപെക്സും വേണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, പുതിയ ഇലക്ട്രിസിറ്റി ബില്ല് വരികയാണെങ്കിൽ, ഇലക്ട്രിസിറ്റി അമെൻമെൻറ്റ് ബില്ല് വരികയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് കോമ്പറ്റീഷൻ ഡിസ്ട്രിബ്യൂഷൻ സെഗ്മെൻറ്റിൽ വരാനുള്ള സാധനമുണ്ട്. അതായത് മൾട്ടിപ്പിൾ ലൈസൻസ് ടു സപ്ലൈ ഇലക്ട്രിസിറ്റി ഇൻ ദ സെയിം ഏരിയ. ഒരു സിറ്റി തന്നെ മൾട്ടിപ്പിൾ സപ്ലയേഴ്സ്, അതായത് ഒരു ഡിസ്കോമിൻ്റെ മോണോപ്പൊളി മാറ്റി മൾട്ടിപ്പിൾ ലൈസൻസ് കൊടുത്ത് ഒരു കോമ്പറ്റീഷൻ, ഈ മൊബൈൽ ഫോൺസ് എങ്ങനെ വന്നോ അതേപോലെ, അതായത് ഷെയർഡ് നെറ്റ്വർക്ക് യൂസ് ചെയ്ത് വരിക എന്നുള്ളത് ആ ഒരു ഇത് വരാനുള്ള ചാൻസ് ഉണ്ട്. ഒന്നത്. രണ്ടാമത് ഈ കോസ്റ്റ് റിഫ്ലക്റ്റീവ് ടാരിഫിലേക്ക് എൻകറേജ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്.
റിന്യൂവബിൾ എനർജിയുടെ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യാനും ഈ ബില്ല് സഹായകരമാവും എന്നുള്ളതാണ്. അതുമാത്രമല്ല ദിസ് വിൽ ഗ്രാജുവലി എലിമിനേറ്റ് ഹൈ ക്രോസ് സബ്സിഡീസ്, അതായത് റെയിൽവേസ്, ഇൻഡസ്ട്രിയൽസ്, മെട്രോ കൺസ്യൂമേഴ്സ് ഒക്കെ ഈ എന്താ പറയുക ഈ ചെയ്യുന്ന ക്രോസ് സബ്സിഡീസ് ഒരു 5 കൊല്ലം കൊണ്ട് അതിനെ എലിമിനേറ്റ് ചെയ്യുന്ന രീതിയിലും, അതായത് നല്ല രീതിയിലുള്ള റിഫോംസ് പവർ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി അമെൻമെൻറ്റ് ബിൽ 2026 വരാനുള്ള സാധ്യതകളുണ്ട്. ഇത് ഒരുപാട് പവർ കമ്പനീസിന്, അതായത് ടാറ്റ പവർ, ടോറൻ പവർ, അഡാനി എൻ്റർപ്രൈസസ്, CESC പോലെയുള്ള കമ്പനിക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇൻഡയറക്റ്റ് ബെനിഫിഷ്യറി കംപ്ലീറ്റ് ഈ ഓൾട്ടർനേറ്റ് എനർജി, സോളാർ, വിൻഡ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന കമ്പനികൾക്കും വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് മാത്രം. ഞാൻ ഈ പറയുന്ന ഇലക്ട്രിസിറ്റി അമെൻമെൻറ്റ് ബിൽ 2026 വരുമോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പില്ല. ഗവൺമെൻറ് പോകുന്ന പേസ് അനുസരിച്ചിട്ട് മിക്കവാറും ഇവിടെ ഒരു റിഫോം വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ബഡ്ജറ്റിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്യുന്നു. ഉറപ്പുണ്ടോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇതേപോലുള്ള കമ്പനി ആയിരിക്കും ബെനിഫിറ്റ് ചെയ്യുന്നത്. ബഡ്ജറ്റിന് മുമ്പേ ഈ വക സ്റ്റോക്കുകളൊന്ന് ശ്രദ്ധിക്കുക. ഇതിൽ എന്തെങ്കിലും മൂവ് ഉണ്ടെങ്കിൽ അതിനർത്ഥം അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. OT വിഷ്ണു. ഏതായാലും ഇന്നത്തെ ഒരു ഓപ്പണിംഗ് അവേഴ്സിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കണം. നമ്മൾ ഡിസ്കസ് ചെയ്ത ഓരോ സ്റ്റോക്കും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് സ്വയം പഠിക്കുക. ഒപ്പം രജിസ്റ്റേർഡ് അനലിസ്റ്റ് പോലുള്ളവരൊക്കെ ഒപ്പീനിയൻ തേടിയതിന് ശേഷം മാത്രം നിക്ഷേപിക്കുക. കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെയായിട്ട് നമ്മുടെ റിസർച്ച് ടീം അടുത്ത മണിക്കൂറിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. നന്ദി, നമസ്കാരം. Opening Hours with MyFin.